അവരൊക്കെ എൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഭസ്മാവണം. പിന്നെ എനിക്ക് ഭഗവാൻ സുഖമായിട്ട് കിടന്നോളണം, ഭഗവാനെ കാണണം. ഇത്രയും ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞു. അത് സാധിപ്പിച്ചു, ദേവന്മാർ അനുഗ്രഹിച്ചു. അങ്ങനെ ഭഗവാനെ കണ്ടു. ഇപ്പൊ എൻ്റെ പേര് വാസുദേവൻ എന്നൊക്കെയാണെന്ന് പറഞ്ഞ് ഭഗവാൻ പരിചയപ്പെടുത്തി. അപ്പോഴാണ് ആ ഭഗവാനെ കാണുന്നു ദേവന്മാർ അനുഗ്രഹം തന്നതൊക്കെ ഓർന്ന് ആ ഭഗവാനെ സ്തുതിക്കുന്ന രംഗമാണ് മുചുകുന്ദന്റെ സ്തുതി. എത്രയോ കാലം ദേവന്മാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാമെന്ന് അഹങ്കരിച്ചിട്ടും, കുടുംബത്തിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് അഹങ്കരിച്ച സമയം കളഞ്ഞു. ഭഗവാനെ അങ്ങേ ഭജിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സമയം വ്യർത്ഥാക്കി കളഞ്ഞതിന്റെ ദുഃഖം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് മുചുകുന്ദന്റെ സ്തുതി. മുചുകുന്ദനെ ഭഗവാൻ അനുഗ്രഹിച്ച അങ്ങക്ക് അടുത്ത ജന്മത്തില് പരമഭക്തനായിട്ട് ജീവിക്കാനും മുക്തി നേടാനും കഴിയും. ഈ ജന്മത്തിൽ കുറച്ച് പ്രാരബ്ധമുണ്ട്, അത് അങ്ങ് ഹിമാലയ സാധുക്കളിൽ ചെന്ന് അനുഭവിച്ച് തീർത്തോളൂ എന്ന് പറഞ്ഞ് വടക്കോട്ട് ഗുഹ കടന്ന് വടക്കോട്ട് പറഞ്ഞേച്ച് ഭഗവാൻ അങ്ങനെ കാലയവനന്റെ സൈന്യത്തിന്റെ മുമ്പിലേക്ക് വന്ന് ആ സൈന്യത്തെ മുഴുവൻ കൊന്നൊടുക്കി. എന്നിട്ട് അതിലുള്ള ധനം മുഴുവൻ കുറെ ഭാണ്ഡങ്ങളായിട്ട് തലച്ചോടായിട്ടും കുറെ കഴുതപ്പുറത്ത് വെച്ചിട്ടും കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ്, ദ്വാരകയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ജരാസന്ധം വന്ന് ആക്രമിച്ചപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി. പ്രവർഷണ പർവ്വതത്തിലേക്ക് കയറി ജരാസന്ധൻ പിന്നാലെ. ആ പ്രവർഷണ പർവ്വതത്തിന്റെ പൊളിക്ക് തനിക്കിനി കയറാൻ വയ്യാച്ചിട്ട് ജരാസന്ധൻ ചുറ്റും വളഞ്ഞ് തീയിട്ടു. കൃഷ്ണനും രാമനൊക്കെ അതിൽ കിടന്ന് ചത്തോട്ട് വെച്ചിട്ട് ഭഗവാന്മാർ അവിടുന്ന് രക്ഷപ്പെട്ട് ദ്വാരകയിലെത്തി. അവിടെ ചെന്ന് ബലരാമസ്വാമിയുടെ വിവാഹമാണ് ആദ്യം നടന്നത്. പിന്നെ രുക്മിണിയുടെ വിവാഹവും എന്ന് പറഞ്ഞ് രുക്മിണി ഭീഷ്മകരാജന്റെ പുത്രിയായിട്ടുള്ള രുക്മിണിയെ ഭഗവാൻ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് കഥ അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് ആ കഥ വിസ്തരിച്ച് പറയണമെന്ന് പറയുമ്പോൾ പിന്നെ 3ാം അധ്യായത്തില് രുക്മിണി കഥയും വിസ്തരിച്ചു പറയും. നിത്യപ്രമുദിതം ശ്രീമൻ സുഖബോധം ശുചിത്വിനം മുഖാരവിന്ദം വിഭ്രാണം സ്ഫുരൻ മകരകുണ്ടലം വാസുദേവോ ക്ഷേമിനി പുമാൻ ശ്രീവത്സലാഞ്ജന ചതുർഭുജാരവിന്ദാക്ഷവനമാലേതി സുന്ദര ലക്ഷണേ നാരദ പ്രോക്തേർമാന്യോ ഭവിത വർഗിനി നിരായുധശ്ചരൻ പദ്ഭ്യാം ജ്യോത്സ്യേന നിരായുധ നിശ്ചിത്യ യവനം പ്രാപ്തിമന്തം പരമുഖം അന്വധാവൽചുരുക്ഷുസ്തം ദുരാപമയോഗിനം ഹസ്തപ്രാപ്തമിവാത്മാനം പരിണാസപദേ പദേ നീതോ ദർശയതാ ദൂരം യവനേച അദ്രികന്ധരം പലായനം യദുപലേ ജാതസ്യ തവ നോജിതം ഇതി ക്ഷിപന്നനുപദാനൈനം പ്രാപകഥാശുവ ഏവം ക്ഷിപ്തോപി ഭഗവാൻ പ്രാപിസർഗിരികന്ധരം സോപി പ്രവിഷ്ടതത്രാന്യം ശയാനം സദൃശേതരം നന്മസോ ദൂരമാനീയ ഛേദേ മാമിഹതാതുവൽ ഇതി മത്വാച്യുതം മൂഢ തം പദാ സമദാടയം സൗത്ഥായ ജനം ചുപ്തശ്ചരേരുമീജലോചനേ ദിശോ വിലോകയം പാർശ്വേന തമന്ത്രാക്ഷീണമത്തിരം സദാവത് തസ്യ രുദ്രസ്യ തൃപ്തികാലേന ഭാരത ദേഹജേനാഗ്നിനാ ദഗ്ധഭസ്മതാൻ അഭവക്ഷണ രാജോവാച ഓനാമസ ഭവാൻ ബ്രഹ്മൻ കർച്ചകിർവീരയേവരാം കസ്മാൻമുഖം ഗതശിഷ്യേ കിന്തേജോ യവനാർദ്ദന ശ്രീചുവാച സൈക്ഷാകുലേ ജാതമാന്ധാനയോ മകൻ മുചുകുന്ദൈതി ഖ്യാതം ബ്രഹ്മണ്യശ്വത്യസങ്കര സയാജിതസുരഗണേരിന്ദ്രാദ്യേരാത്മരക്ഷണേ മധുരേഭ്യ പരിസ്തൈഃ പരിത്രസ്തൈഃ തദ്രക്ഷാം സോകരോച്ചിരം യദ്വാമുഖം തേ സ്വപോലം സ്വപാലം മുചുകുന്ദം മദാബ്രുവൻ രാജൻ വിരമതാം തൃച്ഛാപവാൻ ന പരിപാലനാൽ നരലോകേ പരിത്യജ്യ രാജ്യം ജഗതകണ്ഠകം ആത്മാൻ പാലയോ വീരകാമാസ്തേ സർവോച്ഛിതാഃ സുധാമക്ഷ്യോ ഭവതജ്ഞാതയാമാദ്യമന്ത്രിണാം പ്രജാശ്ച തുല്യകാലീയാനാധുനാ സന്ധ്യകാലിത കാലോപരീയാൻ ബലിനാം ബലവാൻ ഈശ്വരോഗ്യയാ പ്രജാഃ കാലയതേ ക്രീഡൻ പശുപാലോ യഥാ പശു വനംപ്രതീക്ഷമദ്രം തേ ഹൃദേ കൈവല്യമധ്യന
ഏകേവേശ്വരസ്യ ഭഗവാൻ വിഷ്ണുരൂപേയ ഏവമുക്തസമയേ ദേവാംബരമഭിമന്യമഹായ ച അശേഷ്ടമുഖാവിഷ്ടനിദ്രയാ ദേവദത്തയാ സ്വാപം യാതം യസ്തു മധ്യേ ബോധയേത്വാമചേതന സത്വയാ ദൃഷ്ടമാത്രസ്തു ഭസ്മീ ഭവതു തക്ഷണാത് യമനേ ഭസ്മനാന്തീതേ ഭഗവാൻ സത്വദക്ഷണ ആത്മാനം ദർശയാമാസ മുചുകുന്ദായ ധീമനേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തമാലോക്യകൗചേയവാസകം ശ്രീവത്സമണ്ഡിതം പ്രാജകൗതുകേന വിരാജിതം ചതുർഭുജം നോജമാനം വൈജയന്യാജമാലയ ചാരുപ്രസന്നവതനം സ്മരൺമകരകുണ്ടലം പ്രേക്ഷണീയം ലോകസ്യസാനുരാഗക്ഷണം അമീചവൈ സമ്മത്തർമകേന്ദ്രോദാരവിക്രമം പര്യവൃച്ഛം മഹാബുദ്ധീരനിധാദക്ഷദക്ഷിണ ശങ്കിദശനഗീരാജാതുദ്ധക്ഷമിവ തേജസാ മുകുന്ദവാഗ ഓ ഭവാൻ ഇവ സംപ്രാപ്താ വിമലേശീകർക്കുരെ പദ്ഭ്യാം പദ്മവരാജാഭ്യാം നരജസ്യവൃന്ദകേ കീർത്തിത്തേജസ്സിനം തേജാ ഭഗവാൻ ഭാവിഭാവസു സൂര്യസോമോ മഹേന്ദ്രബാലോ ബലാപരോപിവാ മന്യേത്വം ദേവദേവാനാം ത്രയാണാം വൃക്ഷക്ഷണം യദ്ഭാരതേ മുഖാത്മാനം പ്രദീപപ്രമയായത ശ്രുഷണാമപരീകം അസ്മാകം നരമുഖവ സ്വജന്മകർമ്മഗോത്രം വാഗത്യതാമിതിരോചിതേ വയം തു പ്രക്ഷഭ്യാഗ്രാക്ഷാഗാക്ഷത്രബന്ധവ ഉരുമുദൈരിപ്രോക്തോ യമുനാശ്വാത്മജപ്രഭോ ചിരപ്രജാകരശ്രാന്തോ നിദ്രയോപകരേന്ദ്രിയാം ക്ഷയേസ്മിന്നേകാമം കേനാഭ്യുത്ഥാവിനോദനാം സോമിവസ്മീകൃതോ നൂനം വാഗ്മനേ ദേവാത്മീയേനേവ പാത്മന അനന്തരം ഭവാൻ ശ്രീമാൻ ലക്ഷിതോ അമിത്രശാസനം തേജസാന്തേ വിഷയ്യേണ പൂരിതൃഷ്ടം ശക്രുമാം അതോദിസോ മഹാഭാഗാമാനീയോസിദേഹിനം एवं संभाषितो राज्ञा भगवान् भूतभावना प्रत्यागप्रगसन्वण्या मेघनादगभीरया श्रीभगवान् वाजा जन्मकर्माभिधानानि सन्ति मे अङ्गसहस्रश न शक्यन्ते अनुसङ्ख्यातुम् अनन्तत्वान्मयाभिः क्वचित्रजां शिवमे पार्थिवानि जन्मभि गुणकर्माभिधानानि न मे जन्मानि गर्भितिं कालत्रयोपपन्नानि जन्मकर्माणि सर्वा अनुक्रमन्तो देवं गच्छन्ति कर्मक्षया तदापि अद्यतनान्यङ्गासुनोष्वमि गततो मम मिच्छामिदो विरिञ्चेन पुराणं धर्ममुत्तये भूमेर्भारायमाणानाम् असुराणां क्षयाय च अवतीर्णो यदुकुले गृहानगतं दूरे वदन्ति वासुदेवेति वासुदेवसुतं किमं कारणेन गदकं सा प्रमन्वाद्या च सत्विषा अयं च यवनो दग्धो राजंस्तेति पदचुषा सोऽहं भवान् गृहार्थं गृहामेधामुपागता प्रार्थितं प्रतिर्पूर्वं त्वयाहं भक्तवत्सला वरान्वृणीषु राजक्षये सर्वान् कामान् ददामि मां प्रपन्नो जनकच्चित् न भूयोर्गनिशोदितं श्रीशुक उवाच इत्युक्तस्थं प्रणम्यागमुनिकुन्तो मुदान्विदा ज्ञात्वा नारायणं देवं गर्गवाक्यमनुस्मरन् मुकुन्द उवाच विमोहितो यत्नैषमायया तुदीयया त्वां न भजत्य नर्तत् सुखाय दुःखप्रभवेषु सज्जते गृहेषु योषित्पुरुषश्च वञ्चिता लब्ध्वा जनो दुर्लभमत्रमानुषं गतञ्जितं व्यङ्गमयत्नयोनः पादारविन्दं न भजस्य तन्मति गृहान्ध्रकूपे पतितो यथा पशु ममेषकालो जगदुत्पलो गतञ्जिस्योन्नतमनस्य भूपते मत्य आत्मबुद्धे सुगदारमोचमोक्षे स्वासज्यमानस्य जगन्नचिन्तया कलेवरस्मिन्नडकुटिसन्निवेदिरूढमानानरदेवैत्यहं मृदो रथैभाश्वपदात्यदीपकैः गाम्भीर्यणं त्वारणयन् सुधर्मदा सुधुर्मदा प्रवर्तमुच्चैर्विवृत्तिचिन्तया प्रवर्धलोकमुषेषु नारसं तमप्रवर्तसकदा विपद्यसेषु लेलिगानो हि वा भवन्तः पुराणदेवेव परिष्कृतैश्चरन्मदण्डलेर्वानरदेव संचिदा एवं काले दुरत्ते एवं स एव कालेन दुरत्येन ते कलेवरो विक्रमी भस्मसंविदा नित्यक्रमभूतविग्रहावनादस्तमराजवन्दिदा गृहेषु मैथुन्यसुखेषु योगिदां क्रीडामकपूर्णैशरीयते करोति कर्माणि न वस्तुनिष्ठितां निवृत्तभोगतदपेक्षया पुनश्च भूयेयमसं स्वराणि प्रवर्धदक्षो न सुखाय कल्पते भवामवर्गो प्रमदो यदा भवेदनश्चक्षुरसत्समागमः सत्सङ्गमो यज्ञी तदैव सद्गतो परावरेशे त्वयिजाय देवति मन्ये ममानुग्रहैशते कृतव्याख्यानवृन्दावगमो यदुच्चया यः प्रार्थ्यते साधुभिरेकजज्ञया वनं विवीक्षभिरखण्डभूमिभिर्
വിഭോ ആരാധ്യകത്വാം ക്ഷമവർഗനം ഹരേ ഗണീയാജ്യോ വരമാത്മബന്ധനം തസ്മാത് വിസൃജ്യാചിരൈശതവര രജസ്തമതത്വഗുണാനുബന്ധന നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം പ്രജാമ്യകം ചിരമയോജനാർത്ഥപ്യമാനോരതാമേന വിതരണക്ഷണമിത്രോ അനന്തശാന്തിക്കതഞ്ചിൽ ശരണതകുവേദത്വപദാബ്ജം പരാർപ്പണ്യമയമതമശോകം പാഹിമാപന്നമീശാം ശ്രീഭഗവാനുവാച സാർവഭൗമമഹാരാജാമതിസ്തേ വിമലോകിത വരേ പ്രലോഭിതസ്യാമീന കാമേർവിഹതായത പ്രലോഭിതോ വരേർയത്വം അപ്രമാദായ വിദ്യ നധീഹി മയി ഏകഭക്താനാം ആശീകൃവിദ്യതേ കുജിൻ കിഞ്ചാനാം അഭക്താനാം പ്രാണായാമാദികൾ മനഃ അക്ഷീണവാസനം രാജൻ ദൃശ്യതേ പ്രവൃത്തിനം വിജനസ്വകീം കാമമയ്യാവേശമാനസ അസ്ത്വപരിത്യതാതുഭ്യം ഭക്തിർമയ്യ നപായിനി ക്ഷാപതമത്തിതോന്യവതീമയാദിഭിः സമാഹിതത്തത്തമസാ ലക്ഷികം മധുവാശ്രിത ജന്മജ്ഞനന്ദനേ രാജൻ സർവഭൂതസമുത്തമ ഭൂത്വാ ദ്വിജവരത്വം വൈ മാം ഉപൈഷ്യസി കേവലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മുചുകുന്ദത്തുതിർനാമ ഏകപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്ത 3 അധ്യായത്തിലായിട്ട് രുക്മിണീശ്വരൻ വർണ്ണിക്കും. രുക്മിണിയുടെ സന്ദേശം അടുത്ത അധ്യായത്തിൽ. നമോ ഭഗവതേ വാസുദേവായ. അധ്യായ ശ്രീശുഭകുമാര യുദ്ധം സൂർഗീതോക കൃഷ്ണനെ ക്ഷാമവന്ദന തമ്പരിക്കം നമ്യ നിശ്ചക്രാമ സവീക്ഷിച്ചുലകമദ്യം പശൂം വീരുസ്മരസ്വതി മത്വാ കലിയുഗം പ്രാപ്തുമാമശോധന തപശ്രദ്ധായികം വീരോദിസംഗോമുക്തം സംശയം സമാധായ മനഃ കൃഷ്ണ പ്രാപ്തോമാരം നാരായണാലയം സർവബന്ധു സഹസ്യാന്തസ്തപസാരാധയത്തിൽ ഭഗവാൻ പുനരാവൃത്യപുരീ മനവേഷ്ടിന ഹത്വാമ്ലക്ഷരമിന്യതീം നിയമാനേതനേ ഗോഭിർനിർഭിജാച്യുതിയുതിരി ആജഗാം ജരാസന്ധസ്ത്രയോവിംശതിനിക വിലോക്യവേഗരഭസം നിരുസൈന്യസ്യ മതവൗ മനുഷ്യചേഷ്ടാമവനോരാജന്തുവിവതോർത്തും വികായവിസംപ്രചുരമാഭീതോ ഭീതവൽ പദ്ഭ്യാം പത്മബലാശാഭ്യാം ചേരതുർവിയോജനം പലായമാനോ തൗ ദൃഷ്ട്വാ മാഗത പ്രഗതന്ദലി അന്വഥാ ഭദ്രധാനീകൈരീശോരപ്രമാണി പ്രദ്രുത്യ ദൂരം സംശ്രാന്തതുംഗമാർവതാംഗിരി പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യദായ യത്ര വർഷതി ഗിരുനീനാവജ്ഞായ നാധികം ന്യപദനവ ദദാഗിരിമേധോഭി സമുദ്രാൽ അഗ്നിസൃജം തത ഉൽപത്യതരസദക്യമാനതടാവുദുഭോ ദശൈകയോജനോത്തുംഗാം നിവേദലതോ ഭുവി അലക്ഷ്യമാണോരിഗുണസാർഗേതുതോ സ്വപരമ്പരായാതോ സമുദ്രവിധാനവ സ്വാമിദഗ്ധാവിധി മൃഷമന്വാനുബലകേശവോ പരമാഗച്ഛ സുമഹൻ മവ്യാധാമാഗധോയോ അനർത്താധിപതി ശ്രീമാൻ രേവതോ രേവതിം സുഖ ബ്രഹ്മണാ ചോദിത പ്രാതൽബലായേ ഭഗവാൻ വിഗോവിന്ദ ഉഭയേ മേ ഗുരുദ്വക വൈദർഭികേശ്വരസുതാം ശ്രീയോ മാത്രാം പ്രമത്യതരസാരാജ്യ സാൽവാദീക്ഷൈത്യവക്ഷകാൻ പശ്യതം സർവലോകാനന്ദാക്ഷമിത്രസുധാം ഭഗവാൻ ഭീഷ്മസുതാം രുക്മിണീം വിചരാനാം രാക്ഷസേന വിധാനേന ഉഭയം ഈശ്വര ഭഗവൻ ചോദമിച്ഛാമി കൃഷ്ണസ്യാമി തേജസ യഥാ മാഗധ സാൽവാദിഞ്ജിത്വാകന്യാമുപാകരം ബ്രഹ്മൻ കൃഷ്ണകഥാഃ പുണ്യാമാദ്ഭിർലോകമലാപകാഃ കോ नु തൃപ്യേത ശൃണ്വാനഃ ശ്രുതജ്ഞോ നിത്യനൂതനാഃ ശ്രീശുഭകുമാര രാജാ ശ്രീകൃഷ്ണഗോദാമി വിദർഭാധിപതിർമഹത് തസ്യം ജാ ഭവൻ പുത്രാഃ കന്യേ രാജവരാനനാഃ
ലക്ഷണ ഔദാര്യ രൂപശീലഗുണാശ്രയ കൃഷ്ണച്ച സദൃശഭാഗ്യം ഭാര്യ സമുദ്രോടം മനോരഥ ബന്ധുരവിച്ഛദാന്തം കൃഷ്ണായ ഭഗിനീന്ദ്രമ തതോ നിവാര്യ കൃഷ്ണത്വരുപ്പി ചൈത്യമവന്യത തദേ തദാപേത്യാസിതാഭാംഗി വൈദർഭികുർമനാപശം വിജിജ്ഞാപുരം കശ്ചിത് കഞ്ചിത് കൃഷ്ണായ പ്രാഗണോ വാരണാംസമഭ്യേത്യ പ്രതികാരേ പ്രവേശിത അപശ്യദാദ്യം അഭിഷേദാദ്യം പുരുഷമാസീന ചന്ദ്രനാഥേ ദൃഷ്ട്വാ ബ്രഹ്മണിദേവസ്തമവരുച്യനിജാസന ഉപവേശ്യാരികയന്തക്രേ യഥാത്മനിയോഗസം തമ്പുക്തവന്തം വിശ്രാന്തമുപഗമ്യ സദാംഗതി പാണിനാഭിവൃശൻ ബാധാവ്യഗ്രസ്തമാപൃച്ഛത കച്ചിദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്ഥേ വൃത്തധർമ്മദ വർത്തതേ നാതികൃച്ഛ്രേണ സന്തുഷ്ടോ യർക്കി വർത്തേത ബ്രാഹ്മണോ യേനകേനച മഹീയമാനസ്വാധർമാൽ സഖ്യസ്യാഖ്യകാമധു അസന്തുഷ്ടോ അസകൃലോകാനാപ്നോത്യപി സുരേശ്വര അവിജ്ഞനോപി സന്തുഷ്ടശേതേ സർവാംഗവിജ്ഞന വിപ്രാൻസ്വരാപസന്തുഷ്ടം സാധും ബോധസുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ നമസ്യേ കച്ചിദ്വ കുശലം ബ്രഹ്മരാജ്യതോ യസ്യ പ്രജാ സുരംവസന്തി വിഷയേ യതസ്തുമാഗതോ ദുഃഖം നിസ്തീര്യേ കൈനിശ്ചയം സർവമോഭ്യുക്യ കുക്യം ചേവം കൃഷ്ണബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗീതദേകേന തസ്മൈ സർവവർമ്മയൽ ശ്രുത്വാ ഗുണാൻപവനസുന്ദരശന്മുദന്തേ നിർവിശ്യ കർണവിമാനൈഃ ഹരതോംഗതാപം രൂപം ദൃശാന്തരിശിവത അഖിലാർത്ഥലാഭം ത്വയ്യാക്ഷിണാംശതി ചിത്തമഭദ്രമേ കാത്മാമുഖം നമഗതിപുലശീലരൂപവിദ്യാവയോദ്രവിണധാമഭേരാത്മതുല്യം ദീനാവതികുലപതീനപ്രണീതകന്യ കാലേന്ദ്രസംഗതരലോകനവണ്യാം തന്മേ ഭവാൻ ഖലു മൃതപതിരംഗജായമാത്മാർപ്പിതശ്ച ഭവതോദ്രവിഭോ വിദേഹി മാം നിരഭാഗമഭിമരിച്ചതു ചൈദ്യാനാൽ ആരാധിതോ ഇതി ഗതാകുര്യായത്യപാണി ഗൃഹാതിമേ നദ്ദഭഘോഷസുതാദയോനി സ്വഭാവിനി ത്വമജിത്വാത്വകരേ നിരർവാ ഗുപ്തസമേത്യ വൃതനാവതിഭിപരീത നിർമ്മത്യ ചൈദ്യമഗധേന്ദ്രബലം വസഖ്യം മാം രാക്ഷസേന അന്തഃപുരാന്തരജരീമതികത്യബന്ധും സ്വാമുദ്വകേ കഥവതി പ്രപദാമ്യവായ പൂർവേത്യരസ്തി മഹതി കുലദേവി യാത്ര യസ്യാം ഗർണവവധൂർവിജാമേ യസ്യാം ത്രിമംഗജനജസ്നാപനം മഹാന്തോ വാഞ്ചന്യമാപതിരിവാത്മതമോപഗതി യജ്ഞം ഭുജാക്ഷനലഭേയ ഭവൽ പ്രസാദം യജ്ഞാമസൂൻ മുഖ്യസന്ദേശ മയാ കൃതാഃ വിമൃശ്യകർത്തും ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീദ്വാരകപ്രസ്ഥാനേ ദ്വിപഞ്ചാശതമധ്യേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശബ്ദമോ
ध्यायां श्रीशुभुवाच वैदर्भ्यास्तसन्देशं निशमेदनन्दनं प्रगृह्य पाणिना पाणिं प्रसन्निधं प्रवेश्य भगवानुवाच तदाहमपि पत्तितच्चित्तनिग्रां ननेवेदिषि वेदाहरुपिणा त्वेषाल्ममो त्वागो निवारिता ताम् अनैक्य उन्मध्य राजन्यावदतां कृते मत्परामनवत्यागे वेदसा अग्निशिखामिव श्रीशुकौवाच उद्वागार्थं च विज्ञायारुक्मिण्यामधुसूदन रथसंयुक्तरामचु दारुके त्यागसारथिं स चाश्वैतर्कसुग्रीवमेकभृत्पवलाहकैः युक्तं रथमवानीयरथो प्राञ्जलिरकृता आयुध्यसद्धरं ज्योतिर्जमारोप्यदुर्नगे आनन्दादयरात्रेण विदर्भानकमेलखये राजासमुण्डिरवती पुत्रस्नेहवशङ्कदा शिशुमानाय स्वाङ्गन्यां दास्ये ब्रह्माण्यकालयल् पुरन्तं वृत्तसंसिक्तमार्गरथ्यागतुल्पदं तिक्तदुरपरागावित्तोरणेर्समङ्गलं स्वगन्धमाल्याभरणेर्विरजोम्बरभूषितेर् दुष्टं त्रिपुरुषे श्रीमन्दिरे अगुरुविदैः पितॄन् देवान् समभ्यर्च्य विप्रान् च विनिबन्धुभा भवदयित्वा यथा न्यायं वादयामसमङ्गलं सुस्नातां तुदरीकन्यामृतमोदमङ्गलम् अगतां शुभयुग्मेन पूजितां भूषणोत्तमे चक्रुत्सामहृद्यजुर्मन्त्रे वध्वा रक्षां निजोत्तमा पुरोहिता धर्मविद्वये युवावगर्भशान्तये हिरण्यगोवासां सीदितां च गुणविस्तृतान् माताद्यैरुच्चमुप्रभ्यो राजाविधिपदाम्बरा एवं चेदुवै राजारमघोषसुताय वै कामयामासमग्रज्येत् सर्वमभ्युदयोचितम् अवच्युद्भिर्विधानी गच्छन्तरे देवमालिभिः पत्यच्युतङ्गुलैर्सैन्यपरीतां पुण्डिनं धियो तं वै विदर्भाधिपति समभ्येत्य अभिपूज्य निवेशयामास पदाकल्पितान्यनिवेशने तत्र शाद्योजलासन्ददन्तवक्त्रो विदूरथा आजपृच्छैत्यपक्षीया पौन्द्रकाद्यासगत्रजा क्षणामुद्विषो यथा कन्यां विद्याय साधितं तदा आगत्य हरे कृष्ण रामाद्ये हरिर्भृदा युवत्स्याम सम्पदास्तेन इति निश्चितमानसा आजकृपोजत्रवे समग्रबलवागनान् श्रुत्वेदत्प्रणा भगवान् रामो विवक्षीयतमोद्यमम् कृष्णमेवं जगद्गर्तकन्यां कपशङ्किता तदेन महता सार्धं रामस्नेहवल्प्रदा त्वरितकुण्डिनं प्रादागजा सुरदवर्तिभिर् विक्वेन्यावरारोगान् शल्यागमनं हरे प्रत्यापत्तिमवच्छन्ति निजस्याचिन्तयन्तदा अहोत्रियामान्तरितमुद्वा भवमे यथात्परादसा नागच्छ जरविन्दाक्षणाकं व्यञ्जनप्रकारणं स्वविनावर्ततत्यावीमत्सन्देशगतोद्विजा अपि मयि अनवद्यात्मा दृष्ट्वा किञ्चिदुपचितम् मत्मानि प्रकटयन्नायादि किलोक्यम दुर्परायाममेदादामानुगुणोपयुक्षण एवं दिनेति बाला गोविन्दनामथा सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्बे 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 नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्बे
ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ 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 ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അവിവയ്യാനോദ്യാത്മാവിൽ ജഗോചിതം മത്പാണി ഗ്രഹണേ നൂനം നായാദി വിഹികൃതോദ്യമ ദുർഗരായാന വേദാദാനാനുകൂലോപകേശ്വര ദേവി ഭാവി ഭാഗവതി രുദ്രാണി ഗിരിജാസരി ഏവം ചിന്തയതി ബാലാ ഗോവിന്ദ ഹൃതമാനസ നവീനയനകാലജ്ഞാനേത്രേ ചാശ്വകലാകുലേ ഏവം മധ്വാ പ്രതീക്ഷന്യാ ഗോവിന്ദാഗമനന്തർവ വാമഗുരുർഗുരോഗേത്രം മത്പുരന്ദ്രിയഭാഷിണ അഥ കൃഷ്ണവിലിക്കിട്ടാസയെ മധുജത്സത്തമാൻ അന്തഃപുരതരീം ദേവീം രാജപുത്രീം തദർശക സാതം പ്രവൃത്തവതനം വ്യഗ്രാ ഭഗതിം സരി ആരക്ഷരക്ഷണാവിജ്ഞാ സമപുത്രചുരിദ്വിന തസ്യാ ആവേദയം പ്രാപ്തം ശശംസനേതുനന്ദനം ഉക്തം സത്യവചനം ആത്മനോപയനം പ്രതി അമാഗതം തമാജ്ഞായ വൈദർഭീർത്തമാനസ നമച്ഛന്തി ബ്രാഹ്മണായ പ്രിയമനൻ അന്യന്നനാമസ പ്രാപ്തോ ശ്രുത്വാ സദുവിദോ ത്വാഹപ്രേക്ഷണോത്സുക അഭ്യയതുല്യഘോഷേണ രാമകൃഷ്ണോ സമർപ്പണേ മധുവർഗം ഉപാനീയവാസാം തിമിരജാംസിത ഉപാനയാനി ഉപായനാന്യഭീഷ്ടാനി വിധിവത്സമപൂജയൽ ഭയോവിവേചനം ഉപകൽപ്പമഹാബലി സദൈന്യയോജനയോ ആദിത്യം വിധേയത ഏവം രാജ്ഞാത്വമേതാനാം യഥാവീര്യം യഥാമയ യഥാവനം യഥാവിത്തം സർവേർക്കാമേം സമർപ്പേ കൃഷ്ണമാകർമ്യാകർമ്മ്യവിദർഭവരവാസിന ആകർത്തനേത്രാഞ്ജലി വിപ്രഭൂത്തന്മുഖമന്ദിരം അസീവ ഭാര്യ ഭവിതം പുണ്യർക്കതിനാപര കിഞ്ചിൽ അസോ അഭ്യനവദ്യാത്മാ വൈഷ്ണ്യാ സമുചിതപ്പതി കിഞ്ചിൽ സുചരിതം എന്നതേന ദുഷ്ടത്രിലോകകൾ അനുഗൃണ്ണാത് ഗൃണ്ണാതോ വൈദഭ്യാപാണി മച്യുത ഏവം പ്രേമകലാബുദ്ധാവലം ദിസ്പുരോഗസ കന്യാചാന്തപുരാത് പ്രാകാൽ പടയർവൃത്താംബികാലയം തദ്യാമേര്യോ ദൃഷ്ടം ഭവാന്യപാദപല്ലവം സാചാനുധ്യായതി സമ്യം മുകുന്ദചരണാംബുജം യഥവാം മാതൃഭിസ്സാർത്ഥം സഖേകൾ പരിവാരിത ഉത്താരാജവളൈശ്വരൈതന്നത്തേർദ്യതായുധേ മൃദംഗശങ്കരണവാതുഭേദച്ചക്രേ നാനോപകാരമൈപരിവാരമുഖ്യാതവക്രജ സ്രഗന്ധ വത്രാമരുണേ തിരുപത്യസ്വലംകൃതാം ഗായന്തചതുവന്തച്ച ഗായകാവാദ്യവാദക പരിവാര്യവധൂം ജഗ്മച്ചൂതമാനവന്തിന ആസാദ്യദേവീ സദനം കൃതപാതകരാംബുജ ഉൽവസ്പൃശുചിശാന്താ പ്രവിവേശാംബികാം ദിഗം താം വൈ പ്രവയസോപാലാം വിദിജ്ഞാ വിപ്രയോഷികാം ഭവാനീം മന്ദയാം ചക്രോദ്ഭവപത്നീം ഭവാന്വിതാം നമസ്യേ ത്വാംബികേ ഭീഷ്മം സ്വസന്താനയിതാം ശിവാം ഭൂയാത് പതിമേ ഭഗവാൻ കൃഷ്ണസ്തനമോദതാം നമസ്യേ ത്വാംബികേ ഭീഷ്മം സ്വസന്താനയിതാം ശിവാം ഭൂയാത് പതിമേ ഭഗവാൻ കൃഷ്ണസ്തനമോദതാം അദ്ഭിർഗന്ധാക്ഷരേ ദുർവേർവാചത്രജ്ഞാനേ ഭൂഷണേ നാമോപകാരവലികൾ പ്രദീപാവലിപ്രദ വിപ്രത്രിയം പരിമതീതരാത്തൈ സമപൂജയ സ്വരണമല്ലവനാഭൂപതാമൂലകൽപസൂത്രപരീക്ഷവി പ്രത്യൈ സ്ത്രീയസ്ഥാഘാത്പതോ ശേഷാം യുയുരാജിഷ താഭ്യോ ദേവേർവചക്രേ ശേഷാം ചരിവേവതു മുനിവൃതം അധധ്യക്വാ നിശ്ചക്രാമം വികാഗ്രഹാൻ പ്രവിഷ്ഠ്യമാനയാ മൃത്യാം രത്നമുദ്രോപശോഭിന തം താം ദേവമായാ വിഗമീരമോകിനിത്വമധ്യമാം കൊണ്ടമണ്ഡിതാനനം ശ്യാമം നിതംബാപിതരത്നമേഖലം വ്യഞ്ജസ്തനീം കുന്തളചങ്കിലേക്ഷണം ചുരിദ്വിതാം ബിംബകലാതരത്യുരിച്ചോണായ മാനത്തിജകുന്തമുട്പണം പദാതിലന്തീമളവത്സകാമുനിം തുല്യക്കലാമോ വരദാമശോഭിന വിലോക്യമീരാമോപത്സമാകലായ കർജുനത്തത്കൃതയാർജിതാം താം യാം വീക്ഷതേ ഹൃദയത്തമുദാരഹാസമീലാവലോകകൃതേന സൗഖ്യജാസ്ത്രാഘ പേദുക്ഷിതോ ഗജരഥാശ്വഗതാ വിമൂഢായാത്രാക്ഷരേണഹരയേ അർപ്പയതീം സുശോഭാം സർവം ചരൈശ്ചരയതീജലപത്മാവോചൗ പ്രാപ്തിം തഥാ ഭഗവതപ്രസവീക്ഷമാണ ഉത്സാഹ്യ വാമകരജേരണഗാനവാംഗേ പ്രാപ്താൻ ഗിരീക്ഷതർവാൻ ദദൃശ്യേച്യുതം സാ
സമാരോപ്യ സുവർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ തതോ രാമപുരോഗമൈശ്വരീ സുഗാനമധ്യായുവാഗഹരി തമ്മാനിന സ്വാമി പരമ്യചക്ഷയം പരേ ജലാസന്തവശാനസൈകിരേ അഹോപ്യസ്മാന്യച ആത്തധന്വനാംഗോപൈർഗതം കേസരിനാം മൃഗേ വിവാ ശ്രീകൃഷ്ണാർപ്പണോത്തരഭാവമേ മഹാപ്രാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീകരണം നാമ ത്രിപഞ്ചാശതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവസാനത്തെ അധ്യായം അതുകൂടി വായിക്കാവുന്നത് ഏതാണ്ട് മുഴുവനില്ല, മുക്കാൽ ഭാഗം വായിച്ച് നിർത്തിയിട്ട് കഥ അനുസ്മരിച്ച് ദേവിയുടെ വിവാഹം ആഘോഷിച്ച് നമുക്ക് സംതൃപ്തരാകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാ ചതുർപഞ്ചാശതമോധ്യായ. ശ്രീശുക ഉവാച. ഇത് സർവേ സ്വന്തധാവാഹാനാവിഹതം സിദാഃ സ്വൈഃ സ്വൈർപദൈഃ പരിക്രാന്താന്യുദ്ധകർമുകാഃ കാനാപദാലോകയാർവാനേകയുധവാഃ തത്തസ്തത്സമ്മുഖാരാജനിസ്ഫൂർത്തിധൈർസദനുംശിതേ അശ്വപൃഷ്ടേ ജഗതസ്കന്ധേ ഗതോപസ്ഥേ ഗോവിദാഃ മുജസ്സർവഷാണിമേഘാഗ്നിഷ്വഭൂയിഥാ പത്തുർബലം സിരാസാരൈഃ ഛന്നദീക്ഷസ്മധ്യമാസപ്രീഡമൈക്ഷതത്വപ്രമേയോജന പ്രഹസ്യഭവാനഃ മാസ്മഭൈർവാമലോചനെ വിനക്ഷത്യാധുനൈ വൈജൽക്കാവകൈശ്വരാംബരം തേഷാം തദ്വിക്രം വിരാഗസംഘർഷണാദി ആമുഷ്യമാണാരാചേർദഘ്നഭൈരഗജാൻ പ്രധാൻ വേദശ്രീരാം ശ്രീധനാവശ്യനാം ഗജനാം ഭൂയി സകുണ്ടല ക്രീഡാൻ സൂക്ഷ്മീഷാണി സകോടിശ ഹസ്താഹസാസികേഷ്വാസാഗർഭൗരവംഭയ അശ്വാശ്വതനാഗോഷ്പ്രഘരമർക്കിശിരാം സുജ ധന്യമാനവദാനീ പുരുഷണീർഭൈഷണീഭർജേകാംക്ഷിഭിः രാജാനുഗാജമോർജനാസന്ധവസ്സരാः വിശ്വാനസമയഭേദാരമിവാതിരം നഷ്ടത്വഷം ഉത്സാഹം ശുഷ്യദ്വദ്രമദ്രുവൻ ഭോ ഭോ പുരുഷയാത്മരദോർമനസ്മൃതം തിജ പ്രിയാപ്രിയോരാജനിഷ്ഠാദേഹിഷു ദൃശ്യതേ യഥാകാഗ്നിയോഷം നൃത്യതേ ബഹുലേച്ഛയ യോനിശ്രതന്ത്രോയമീഹനേസുധോകയോഃ സൗരേഹ സദൃശാഹമയസയുഗാനുരാജിത ത്രയോവിംശതിഭിസ്സൈന്യൈർജിഗ്യയേഹമഹംബരം തഥാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി ഗരീജിൽ കായേന ദൈവകൃതേന ജാനനിദ്രാവിദഞ്ജകൾ അധുനാഹ്വയം സർവേ യുദ്ധവിയുധവാഃ പരാജിതാഃ ബലിതന്ത്രയുദ്ധഭിക്ഷണപാലിതൈഃ ദിപവചിഗുരധുനകാലാത്മാസാരിണി തഥാ വയം വിജയിഷ്യാമി യഥാകാല പ്രദക്ഷിണ എവം പ്രബോധിതമിത്രൈശ്ചേദ്യോകാൽസാനഗഃ പുരം അധജേഷാഃ വിനസ്തേഭിः സംസന്തരം നൃപാഃ രാക്ഷസോദ്വാഹ കൃഷ്ണപീഠസഹൻ സ്വധു കൃഷ്ണധോന്യോൽ കൃഷ്ണമക്ഷോഹിണ്യാവലോബലി യുഗ്മ്യമർഷി സംദഗ്ധ ശൃണ്ണതാം സർവഭൂജം പ്രതിജ്ഞേ മഹാബഹുദം സദസ്യസനാസന അഹത്വാസമേ കൃഷ്ണപ്രത്യുഭജർഗ്മിണി പുണ്ഡിർന്ന പ്രവേക്ഷണത്തിനിജദ്രുജീവിക ഇത്യുക്താരധമാരി സാന്നിധ്യഃ സത്വരാ ചോദയാശ്വാൻ യഥാ കൃഷ്ണസസ്യമേസൈകം ഭവേ അദ്യാഹം നിസേർവാണിർഗോപാലസുധർമ്മദേഹ നേഷ്യീരീരമുദമ്യേന സ്വസാമേ പ്രസവം ഹൃദാ വിഗദ്ധമാനകുമതിനീശ്വരസ്യ അപ്രമാണവേന ധൈനീകരഗോവിന്ദം തിഷ്ഠതിഷ്ഠൈത്യനാഹുയൽ എന്നോട് കൃഷ്ണദുരബ്ദഗ്ധനേ കൃഷ്ണം വിഭിസ്സരീഹി ആഹജാതക്ഷണം തിഷ്ഠൈതുനാം ലവാംസന കുത്രയാസി സ്വസാരമേ മുഷിത്വാധോംശ്വദ്ധവീഃ കുത്രയാസി സ്വസാരമേ മുഷിത്വാധോംശ്വദ്ധവീഃ ഹരിഷി അരിമദുർമന്ദമായിനാ കുളയോധിന യാവന്നമേഘതോപാണൈ ശൈധാനന്ദദാരിക സ്വയം വിഷ്ണോധനച്ഛിദ്വാ ഷഡ്ഭരിവ്യാധിർഘ്നം അഷ്ടഹിസ്സുദ്രവാഹാൻ ദ്വാഭ്യാം സൂക്തം ധ്വജം ധൃതി സചാന്യധനുരാജായ കൃഷ്ണവിദ്യാധവം ധൃതി േസ്താഴ്ദസ്യരോധേ സുച്ഛേദധ്യന്യച്യുത പുനരന്യതുപാദത്തതപ്യച്ഛേദവ്യയ പരിഹംപട്ടി സംശുരന്തർമാസിക്തിതോമരൗ യദ്വിദായുധമാദത്തതൻ സർവം സോചിതധരി ധൂരദൗപത്യഭക്തവാണി ജിഘാംസ്യ കൃഷ്ണോഭ്യന്തരവൃദ്ധാപനൈവഭാവകം തസ്യാവദഖണ്ഡിതധർമ്മസ്യജി ചിത്വാസി മാതേകദേവം വിഘ്നം ഹന്തുപിത കൃഷ്ണോഭ്രാതൃതൗദ്യോഗം വിഘ്നീഭൈ വിപുല ഉദിത്വാദോഭദ്രവാസരണം സതി യോഗേശ്വര പ്രമേയാത്മദേവദേവജഗത്പരേ ഹന്തുനാരസകല്യാണ ഭ്രാതരമേഭ മഹാഭുജ ശ്രീശുക ഉവാച തയാ പരിത്രാസുകം പിതാംഗയാ ശുചാവശുഷ്യന്മുഖർദ്ധകണ്ഠയ കാതരവിസ്മംസദേഹമാര്യ ഗൃഹീതപദഃ പ്രണോ നിവർത്തത ശൈലവദ്ഭമസാധുകാരിണം സശ്മശ്രുകേശം പ്രവപൻ യരൂപയിൽ താൻ മർദ്ദപരസിംഹഭുതമിതു പ്രതിരാഗണീ ധാരജാഃ കൃഷ്ണാനിമപപ്രജദോഷസ്തത്രഗുണം യത്തഥാഭൂതമതപ്രായ വിശ്വാസം കൃഷ്ണോ വിഭോ വിമുച്ചിതഭദ്രണഭഗവാൻ കൃഷ്ണോബ്രവീത് അസാധുനം ദയാ കൃതമസ്മജ്ജുദുഃസിതം വാപനം സ്വശ്രുകേശാനുവൈരുപരിസുഹൃദോവധ നൈവാസ്മാൻ സാധ്യാസുഖീയഥാ ഭ്രാതവൈരുപ്യചിന്തയ സുഹൃതകൃതോദജാന്യോ അസ്തി യതഃ സ്വകൃതഭുർഗുമാൻ ബന്ധുർവധാരഹതോഷോപി നബന്ധോപഥമർഹതി ത്യാജ്യസ്വേനീർദോഷേണ ഹതാഃ കിം മന്യതേ പുനഃ ക്ഷത്രിയാണാമയം ധർമ്മപ്രജാപതിർവിദ ഭ്രാതർഭാഗം
राज्यस्य भूमेर्वित्तस्य स्त्रियो मानस्य तेजस मानिनोऽन्यस्य हेतोस्योदान्धाक्षुबन्धिः तवेयमिषमाबुद्धिः सर्वभूतेषु दुर्हृदां यन्मन्यस्य सदा भद्रं सुहृदां भद्रमज्ञवन् आत्मोहं नामेष कल्पते देवमाय सुहृदुर्हृददासीन इति देहात्ममानिनाम् एकैवपरस्यात्मा सर्वेषां विदेहिनां नानेव गृह्यते मूढैः यथा ज्योतिर्यथा नभ देहाद्यान्तवानेष द्रव्यप्राणगुणात्मक आत्मन्यविद्याकृतसंसारेधिदेहिनं नात्मनोऽन्येन संयोगो वियोगश्चासतः सति तद्धेतुत्वात् प्रसिद्धेर्दृग्रूपाभ्यां यथा लवेः जन्मादेस्त्रयस्य क्रियामार्गणः क्वचित् कलानामिव देवेन्दुर्मूर्तिर्गृह्यस्य कुहूरिव यथा सेनान्नं विषयं फलमेव च अनुभूतेक्यसत्यर्थे तथा प्रणमत्यबुधो भवम् तस्मात् ज्ञानदिंशोपमात्मशोषविमोहनं तत्त्वज्ञानेन हृदय स्वस्था भवति स्मृते सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद विदर्भ राज्യം വിദർഭ രാജ്യത്തെ ഭീഷ്മകൻ എന്ന രാജാവിന് 5 ആൺകുട്ടികളാണ് ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞ് ശുഭബ്രഹ്മർഷി വിസ്തരിച്ച് കഥ പറയാൻ തുടങ്ങുകയാണ്. രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി തുടങ്ങി 5 ആൺകുട്ടികൾ. ഒരു രാജാവിന് 5 ആൺകുട്ടികൾ ഉണ്ടായി. അവിടെ വലിയ സന്തോഷം. പക്ഷെ ആ സന്തോഷത്തിന് കുറെ കൂടി ഇങ്ങോട്ട് ദൃഢത വരാൻ പിന്നെ ഈ 5 ആൾക്കും കൂടി അനിയത്തിയായിട്ട് സാക്ഷാൽ രുക്മിണി ദേവി, സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരം ഉണ്ടായത് അന്ന് മുതൽ ആ വിദർഭ രാജ്യത്ത് ഐശ്വര്യം അങ്ങോട്ട് ആ 10,000 ഇരട്ടി അങ്ങോട്ട് വർദ്ധിച്ചു എന്നാണ്. പ്രജകൾക്ക് മുഴുവൻ ആ കുട്ടിയെ ദിവസേന കാണാണ്ട് വയ്യ. ലക്ഷ്മി ദേവിയെ ദിവസേന കാണാണ്ട് അവർക്ക് വയ്ക്കുമോ? അവരുടെ രാജകുമാരി, ആ രാജകുമാരിയെ ചെറുപ്പം മുതൽ ദിവസേന കണ്ടിട്ട് ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് ആ ദിവ്യമായ സൗന്ദര്യം, ആ ദിവ്യമായ ഐശ്വര്യം അതങ്ങനെ നുകരാൻ വേണ്ടിയിട്ട് പ്രജകൾ ഇങ്ങനെ പരാക്രമം കാണിക്കുന്നതാണ് ദിവസേന രാവിലെ. ഭീഷ്മകൻ കൊട്ടാരത്തിൽ പ്രത്യേകമായിട്ടൊരു കിളിവാതിൽ ഒരുക്കി വെച്ചു. അവിടെ അങ്ങനെ രുക്മിണി ദേവി ദിവസേന വന്ന് നിൽക്കും. ആ രുക്മിണി ദേവി അങ്ങനെ പ്രജകൾ മുഴുവനെ കണ്ട് ആനന്ദിക്കും അവിടെ നിന്നിട്ട്. ഇങ്ങനെ ഇത് നിത്യ സംഭവമായതാണ്. അപ്പൊ ആ രുക്മിണിയെ, അതിസുന്ദരിയായിട്ടുള്ള രുക്മിണിയെ കൃഷ്ണനോടൊത്ത് കാണാൻ വേണ്ടിയിട്ടും ആ പ്രജകൾ മുഴുവൻ മോഹിച്ചു എന്നാണ്. കൃഷ്ണനെ കുറിച്ച് കേട്ട് ആ വിദർഭ രാജ്യത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കൃഷ്ണനും രുക്മിണിയും കൂടി ഒന്നായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ കാണാൻ അവർ കുതിച്ചുകൊണ്ടിരിക്കുക. ഭീഷ്മകൻ മകന്റെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം, ഭീഷ്മകന്റെ പത്നിക്കും മകന്റെ ആഗ്രഹം. അത് രുക്മിണിയോട് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് രുക്മിണിയും ഉള്ളിൽ കൃഷ്ണനെ പ്രതീക്ഷിച്ചു. പക്ഷെ ഈ ഏട്ടൻ, വലിയ ഏട്ടൻ തൻ്റെ സുഹൃത്തായിട്ടുള്ള ശിശുപാലന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. ആ വാദം ശക്തമായി. ഭീഷ്മകനൊക്കെ ഒതുങ്ങിയിരുന്നു തുടങ്ങി. രാജ്യഭരണം യുവരാജാവായിട്ടുള്ള രുക്മി ഏറ്റെടുത്തു കഴിഞ്ഞു. ആ രുക്മി, മൂത്തപുത്രനായിട്ടുള്ള രുക്മി യുവരാജാവായിട്ട് രാജ്യഭരണം ഏറ്റെടുത്ത് തൻ്റെ ഇംഗിതം നടപ്പിലാക്കാൻ പെരുമ്പറ കൊട്ടി മുഴക്കി രുക്മിണിയുടെ വിവാഹം ചൈത്യ യുവരാജാവായിട്ടുള്ള ശിശുപാലനായിട്ട് ഇന്ന ദിവസം ഇന്ന മുഹൂർത്തത്തില് കുണ്ടിനത്തിൽ വെച്ചിട്ട് അതിഗംഭീരമായിട്ട് ഞാൻ നടത്തും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യം മുഴുവൻ സന്തോഷിക്കുക വേണ്ട. ശരിക്ക് യുവരാജ് ആ രാജ്ഞിയുടെ രാജകന്യകയുടെ വിവാഹം തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ സന്തോഷിക്കുക വേണ്ടത്. പക്ഷെ സന്തോഷമല്ല ഉണ്ടായത്, രാജ്യത്ത് മുഴുവൻ ദുഃഖം. ആ കൃഷ്ണനായിട്ട് അല്ല എന്ന് പറയുമ്പോൾ ആ രുക്മിണിയുടെ ഉള്ളിൽ വല്ലാത്ത പരിഭ്രമവും സങ്കടവും വന്നു. ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ അവിടെ വന്നപ്പോൾ ആ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തയച്ചു ഒരു സന്ദേശം, കൃഷ്ണനെ അറിയിക്കൂ, കൃഷ്ണൻ അറിയട്ടെ ഈ സന്ദേശം എന്ന് പറഞ്ഞ രുക്മിണി ആ സന്ദേശം എഴുതി ഭഗവാന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു. ബ്രാഹ്മണൻ യോഗപ്രഭാവം കൊണ്ട് ദ്വാരകയിലെത്തി. കൃഷ്ണൻ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ബ്രാഹ്മണനെ കണ്ടതോടുകൂടി ഓടി വന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ച് സിംഹാസനത്തിൽ ഇരുത്തി പൂജിച്ച് ആ പാദങ്ങൾ, ബ്രാഹ്മണന്റെ പാദങ്ങൾ ഭഗവാൻ മടിയിൽ വെച്ച് ഉഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ബ്രാഹ്മണനോട് ചോദിച്ചു, അങ്ങ് എവിടുന്നാ വരണത്, എന്താ അങ്ങേക്ക് വേണ്ടത്, അങ്ങയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിപ്പിച്ചു തരും, അതെന്റെ ധർമ്മമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ദാ
ഇങ്ങനൊരു സന്ദേശമുണ്ട്. വിദർഭരാജ കന്യകയുടെയാണ്, അത് അന്ന് വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോ അങ്ങനെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിരവധി ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ തന്നെ ഉറക്കം വായിക്കണോ? വായിച്ചോളൂ, ഒരു സംശയമില്ല എന്ന് പറയലും. ബ്രാഹ്മണൻ അത് ഉറക്കം ഇങ്ങനെ വായിച്ചു എന്നാണ്. സുന്ദര ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാവിശതി ചിത്തമപത്രപം. ത്രപയില്ലാതെ ചിത്തം ഭഗവാനെ അങ്ങയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞോളാം. ഇതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മടിയില്ലാണ്ട് ആ ഭഗവാനിലേക്ക് മനസ്സിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ കഴിയുക. പരിസരബോധം തന്നെ ഇല്ലാതെ ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും ഭഗവാന് വേണ്ടിയിട്ട് നൃത്തം വയ്ക്കാനും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പാട്ടുപാടാനും ഭഗവാന്റെ ചിന്തകളാൽ നിർവൃതി അടയാനും കഴിയുക. ആ ചിത്തം മടിയില്ലാണ്ട് ഭഗവാനിലേക്ക് എത്തണം. അതാണ് ചിത്തശുദ്ധി. രുക്മിണിയുടെ ചിത്തം ശുദ്ധമായി കഴിഞ്ഞു. രുക്മിണി പറയാ, എന്റെ ചിത്തം അങ്ങയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിസുന്ദരനായിട്ടുള്ള അങ്ങ് ശ്രുത്വാഗുണാൻ ഭുവനസുന്ദരാണ്. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനായിട്ട് അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ട് 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 എന്റെ മനസ്സ് അങ്ങയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിലിപ്പോ അത്ഭുതമൊന്നുമില്ല. അങ്ങേ മനസ്സിൽ പ്രതിഷ്ഠിക്കാത്ത കന്യക ആരെങ്കിലും ഉണ്ടോ? കാത്വാമുകുന്ദ മഗതി കുലശീല രൂപവിദ്യാവയോ ദ്രവിണ ദാമപില ആത്മതുല്യം. അങ്ങയോട് മോഹം തോന്നാത്ത ഏതെങ്കിലും കന്യക ഈ ലോകത്തിലുണ്ടോ? അതുകൊണ്ട് അങ്ങേ വരിച്ച എന്നെ, അങ്ങാകുന്ന സിംഹം എന്നെ സ്വീകരിക്കണേ. ഞാനൊരു മാൻപേടയാണ്. എന്നെ വേറെ കുറുക്കന്മാരെ തട്ടിക്കൊണ്ടുപോയി അങ്ങയ്ക്കാണ് ദോഷമെന്നും കൂടി പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണമെന്ന് ആദ്യം തന്നെ ആ സന്ദേശത്തിൽ പറഞ്ഞു. പിന്നെ ഇനി അതിന് എനിക്ക് യോഗ്യതയില്ലെങ്കിൽ ഞാൻ എത്ര കാലം വേണമെങ്കിൽ കാത്തിരുന്നോളാം. അങ്ങേ അല്ലാതെ വേറൊരാളെ ഞാൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടില്ല, പ്രതിഷ്ഠിക്കൂല, എനിക്ക് സാധിക്കൂല. അതുകൊണ്ട് ആ യോഗ്യത എന്നിൽ കാണുന്നില്ലെങ്കിൽ ഞാൻ കാത്തിരുന്നോളാം. ഇനി എന്നിൽ യോഗ്യത അങ്ങ് കാണുന്നുണ്ടെങ്കിൽ എന്നെ വിവാഹം കഴിക്കാനുള്ള ഒരു വിധി ഞാൻ പറഞ്ഞു തരാം. രാക്ഷസേന മാം രാക്ഷസേന വിധാനേന. രാക്ഷസ വിധി 8 തരം വിധിയാണ്. അതിൽ രാക്ഷസന്മാർ വിവാഹം കഴിക്കുന്നതായ തരത്തിൽ എന്നെ വിവാഹം കഴിച്ചോളന്നാണ്. അതിനൊരു അവസരം ഞങ്ങളുടെ നാട്ടില് വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭക്തിയോടുകൂടി പ്രാർത്ഥന കഴിഞ്ഞ് അവിടുന്ന് നേരെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ യുവരാജാക്കന്മാരൊക്കെ കാണാണ്ടിരിക്കും. ആ സമയത്ത് ആ യുവരാജാക്കന്മാരെ മുഴുവൻ തോൽപ്പിച്ച് എന്നെ അങ്ങ് തട്ടിക്കൊണ്ടുപോകണം, എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ദേവി അവിടെ സന്ദേശം സമർപ്പിച്ചു. വേഗം താരുക, മുഹൂർത്തം ആവാറായി, ഇപ്പം തന്നെ പോണം എന്ന് ഉറപ്പിച്ചു. ആജ്ഞ കൊടുത്തു, തേര് തയ്യാറാക്കിക്കോളൂ, രാത്രിക്ക് രാത്രി നമുക്ക് അവിടെ കുണ്ടിനത്തിൽ എത്തണം, യോഗപ്രഭാവം കൊണ്ട് ആകാശത്തു കൂടെ പോകണം, അതിനൊരുക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണനെ കയറ്റി ദാരുവൻ കളിക്കുന്ന തേരിൽ ആകാശത്തു കൂടെ ഭഗവാൻ കുണ്ടിനത്തിലേക്ക് പോയി. പ്രഭാതത്തിൽ കുളിയും ദേവാലയം കഴിഞ്ഞിട്ട് വിവാഹത്തിന് വരുന്നവരൊക്കെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഭൈഷ്മകൻ ആദ്യം കണ്ടത് കൃഷ്ണനെയാണ്. ആ കൃഷ്ണൻ തേരിൽ ഇറങ്ങി വരുന്നു. വളരെ സന്തോഷമായി കൃഷ്ണനെ വളരെയധികം സ്വീകരിച്ച് ശിശുപാലൻ വന്നാൽ ഇരിക്കാനുള്ള കൊട്ടാരത്തിൽ തന്നെ കൃഷ്ണനെ കൊണ്ടിരുത്തി. പിന്നെ ബലരാമസ്വാമി വരണു. അദ്ദേഹം കൃഷ്ണനെ അടയ്ക്കാൻ പോയി ചോദിച്ചപ്പോ ഇങ്ങനെയൊക്കെ കാര്യം ഭൃത്യന്മാര് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ദ്വാരകയിലുള്ള സൈന്യത്തോടൊപ്പം ആ യുഗപ്രഭാവം കൊണ്ട് കുട്ടിനത്തിലെത്തി. ഭീഷ്മകൻ ബലരാമസ്വാമിയെ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു കൊട്ടാരത്തിൽ ഇരുത്തി. അപ്പോഴേക്കാണ് ശിശുപാലാദികൾ വന്ന് അവർക്കൊക്കെ വേറൊരു കൊട്ടാരൊക്കെ കൊടുത്ത് അവരെയും സ്വീകരിച്ച് അവിടേക്ക് ഇരുത്തി. അപ്പോഴേക്കും ശിശുപാലന്റെ സുഹൃത്തുക്കൾക്കൊക്കെ സന്ദേശം പോയി, കൃഷ്ണൻ വന്നു, കൃഷ്ണൻ കാനക്കള്ളനാണ്, ചെറുപ്പം മുതൽ തന്നെ പലതും കക്കണ ആളാണ്, അതുകൊണ്ട് നിങ്ങള് വന്നിട്ടുള്ള സേനയൊക്കെ അവിടെ നിരത്തിക്കോളും, അയാളോട് യുദ്ധം ചെയ്യേണ്ടി വരും ചിലപ്പോ എന്ന് എല്ലാവരും മനസ്സിലാക്കി. ആ കതിർമണ്ഡപത്തിലേക്ക് ദേവി പോകുന്ന വഴിയിൽ മുഴുവൻ യുവരാജാക്കന്മാര് സേനയോടൊപ്പം വന്ന് നിൽക്കുകയാണെന്നാണ്. കൃഷ്ണനെ ഒരിക്കലും അതിന്റെ മുമ്പിലേക്ക് പറഞ്ഞേക്കരുത് എന്നൊക്കെ നിർദ്ദേശം കൊടുത്തു. അവരൊക്കെ ഒരുങ്ങി. ഭഗവാൻ രാവിലെ
വേഗം വന്ന യാത്രയൊക്കെ ക്ഷീണമൊക്കെ തീർത്ത് കുളിച്ച് ദേവാലയമൊക്കെ വേഗം കഴിച്ച് കതിർമണ്ഡപത്തിലേക്ക് പോവാൻ വേണ്ടി ഭഗവാനൊക്കെ ഒരുങ്ങി അങ്ങനെ ആ വഴിയിൽ പോയി നിൽക്കാൻ വേണ്ടി ഭഗവാൻ തയ്യാറായി തേരിൽ കയറി. ഞാനുവാ ശ്രദ്ധിച്ചോളൂ, എല്ലാവരും നമുക്ക് എതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് തേരിനെ നേരെ തെളിച്ച് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോഴേക്കും ആ ഭഗവതി രുക്മിണീ ദേവി സർവാലങ്കാര ഭൂഷിതയായിട്ട് ദേവീ ക്ഷേത്രത്തിൽ ചെന്ന് അവിടുന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കണം. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം എന്ന് പറഞ്ഞ ആ ദേവിക്ക് പൂർണ്ണമായിട്ട് എത്രയോ കാലമായിട്ട് പ്രാർത്ഥിച്ചേർന്ന് മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് ആ ദേവിയോട് നന്ദി. കൃഷ്ണൻ വന്നു എന്ന് കേട്ടു, ബ്രാഹ്മണൻ വന്നു, എനിക്ക് ആ വിവരം തന്നു. ആ ബ്രാഹ്മണൻ ഞാൻ ഉപഹാരം കൊടുത്തു. ദേവി എന്റെ പ്രാർത്ഥന കേട്ട ദേവിക്ക് നമസ്കാരം 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 എന്ന് പറഞ്ഞ് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് ആ ദേവീ ക്ഷേത്രത്തിൽ കതിർമണ്ഡപത്തിലേക്ക് പോണ വഴിയില് നിരവധി തോഴിമാരോടൊത്ത് ആ രുക്മിണി ഇങ്ങനെ പോണു, വാദ്യഘോഷങ്ങളോടൊക്കെ. അപ്പൊ ആ ഭഗവാൻ മെല്ലെ മെല്ലെ തിക്കി തിരക്കി ശിശുപാലന്റെ കൂട്ടുകാരൊക്കെ ആ തേരിനെ പിന്നാക്കാക്കാൻ നോക്കണോ, ഭഗവാനെ ഉണ്ടോ പിന്നാക്കാക്കാൻ നോക്കണോ, പറ്റണു. ഭഗവാൻ അങ്ങനെ മുമ്പിൽ വന്നു നിന്നു. അപ്പോഴേക്കും അവരൊക്കെ ആയുധങ്ങൾ എടുത്ത് തയ്യാറായി. രുക്മിണി ഭഗവാന്റെ തേരിന്റെ മുമ്പിൽ ഇങ്ങോട്ട് വന്നതും ആ അളകങ്ങൾ മാറ്റാൻ എന്ന് നിലനിരക്ക് മൂടുപടമൊന്ന് മാറ്റിയപ്പോ നേരെ നോക്കിയത് കൃഷ്ണനെ. ആ മുഖദർശനം എന്ന് പറഞ്ഞ ചടങ്ങും കഴിഞ്ഞു. ആ കൃഷ്ണനെ ഇങ്ങോട്ട് കണ്ടതോടുകൂടി കൃഷ്ണന് അങ്ങോട്ട് ഒരു പുഞ്ചിരി കൊടുത്തു. അങ്ങനെ മൂടുപടം മൂടി ധോഴിമാരോടൊത്ത് മുന്നോട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോ കൃഷ്ണൻ അവിടുന്ന് ഒരു ചാട്ടുണ്ട് ആ വഴിയിലേക്ക്. എന്നിട്ട് അങ്ങനെ ആ കൈ പിടിച്ചിട്ട് തേരിലേക്കാണ്ട് കയറ്റിയിട്ട് ഒരു കയ്യിൽ വില്ലിട്ട് കൊലച്ച് അവിടെ നിന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ യുദ്ധത്തിന് വരാം, ഇല്ലെങ്കിൽ ആ രുക്മിണി കൊണ്ട് പോവായി. അവിടെ ദ്വാരകയിലെ ഏട്ടൻ കതിർമണ്ഡപം ഒരുക്കിയിട്ടാ വരുന്ന മുഹൂർത്തം. ഇവിടെ നിശ്ചയിച്ച മുഹൂർത്തം ഒന്നും തെറ്റില്ല, പക്ഷെ സ്ഥലം മാത്രം മാറി എന്ന് പറഞ്ഞ് ഭഗവാൻ നിന്നപ്പോൾ ഭഗവാനോട് യുദ്ധത്തിനായിട്ട് വന്നു. പലരും അവരെയൊക്കെ നിഷ്പ്രയാസം തോൽപ്പിച്ചപ്പോഴേക്കും ബലരാമസ്വാമി കുളി ദേവാലയം കഴിഞ്ഞ് എത്തി. കൃഷ്ണ രുക്മിണി കൊണ്ട് പൊക്കോളും, ഇവരെയൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നത്. അതിഗംഭീര യുദ്ധം ഉണ്ടായി അവിടെ നിന്നാണ് ബലരാമസ്വാമി ഓരോരുത്തരെയും തോൽപ്പിച്ച്. അപ്പോഴേക്കെന്തായി കുണ്ടിനം ആ കതിർമണ്ഡപത്തിൽ നിന്ന രുക്മിണി കൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയി രുക്മിണിയെ എന്ന് കേട്ടപ്പോ ഇനി അവനെ കൊന്നിട്ടേ ഞാൻ നിന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് തേരിൽ കയറി കൃഷ്ണനെ തടുത്തു. കൃഷ്ണനായിട്ട് അതിഗംഭീര യുദ്ധം നടന്നു. അവസാനം നിരായുധനാക്കി രുക്മിയെ ഭഗവാൻ. എന്നിട്ട് വാളെടുത്തിട്ട് എലിയെ തട്ടിക്കളിക്കണം, പൂച്ച എലിയെ തട്ടിക്കളിക്കണ പോലെ തട്ടിക്കളിക്കുമ്പോ രുക്മിണി ഓടിച്ചെന്ന് എന്റെ വലിയേട്ടനാണ് കൊല്ലല്ലേ എന്ന് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് ഇപ്പൊ ഇയാളെ കൊല്ലണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം, ഈ ദുഷ്ടനെ എപ്പോ കൊല്ലാൻ പറ്റിയ ഒരു അവസരം നഷ്ടപ്പെടുത്തി. എന്നാലും ആദ്യം തന്നെ ഒരു അപേക്ഷ, അത് നിരാകരിച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ടാവുമല്ലോ ഇനി പോവാൻ എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിച്ചു. അപ്പോഴേക്കും അപമാനിക്കാൻ വേണ്ടി ആ മുടിയൊക്കെ പകുതി വാളുകൊണ്ട് വടിച്ചു കളഞ്ഞു. അങ്ങനെ രുക്മിണി കരയുമ്പോഴും രുക്മിണി എങ്ങനെ അപമാനിച്ചുകൊണ്ടിരുന്ന കൃഷ്ണന്റെ അടുത്തേക്ക് ബലരാമസ്വാമി അവരൊക്കെ ജയിച്ചു വന്ന് എന്താ കൃഷ്ണ ഈ ചെയ്യണമെന്ന് ചോദിച്ചു. കൃഷ്ണനെ ചീത്ത പറയുന്നു. യോദ്ധാവിന് ചേർന്ന പരിപാടിയല്ല, രുക്മിണിയെ സമാധാനിപ്പിച്ച് നീ കൊണ്ടുപോകും, ആ രുക്മിയെ വിടൂ എന്ന് പറഞ്ഞപ്പോ കഷ്ടിപ്പെട്ടു. അങ്ങനെ രുക്മിണിയും കൊണ്ട് പോണു. ബലരാമസ്വാമി അവിടെ വെച്ചിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായി. വിദർഭ രാജ്യത്തിലുള്ളവരോടൊക്കെ മുഹൂർത്തം തെറ്റാതെ ദ്വാരകയിൽ വെച്ചിട്ട് കൃഷ്ണന്റെ വിവാഹം നടക്കും. കൃഷ്ണൻ പോയി കഴിഞ്ഞു, ഇനി നിങ്ങളെയൊക്കെ കൊണ്ടുപോകാനാ ഞാൻ നിൽക്കണം. ഇവിടെ നിങ്ങൾക്കൊക്കെ ദ്വാരകയിലേക്ക് പോണോ, ആ കതിർമണ്ഡപത്തിലേക്ക് കൃഷ്ണന്റെ വിവാഹത്തിൽ പങ്കെടുക്കണോ എങ്കിൽ കണ്ണടച്ചോളൂ, കാരണം നേരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ എത്രയെങ്കിലും നടന്നെത്തില്ല. യോഗപ്രഭാവം കൊണ്ട് നിങ്ങളെ മുഴുവൻ വിദർഭ രാജ്യത്തിലുള്ളവരെ മുഴുവൻ ഞാൻ അവിടെ എത്തിക്കേണ്ടതെന്ന് പറഞ്ഞതും എല്ലാവരും കണ്ണടച്ചു. അവരൊക്കെ അതിമായിട്ടുള്ള ആ കതിർമണ്ഡപത്തിലേക്ക്, ദ്വാരകയിലുള്ള കതിർമണ്ഡപത്തിലേക്ക് എത്തിച്ചു. അവരൊക്കെ അങ്ങനെ അത്യത്ഭുതമായിട്ട് നിൽക്കുക. അവിടുത്തെ ആ പുഷ്പാലങ്കൃതമായ ആ കതിർമണ്ഡപം അത് തുറ ഭംഗിയായിട്ട് അലങ്കരിച്ചണു. അവിടെ വെച്ചിട്ട് ആ കൃഷ്ണനും രുക്മിണി തമ്മിലുള്ള വിവാഹം അത് വർണ്ണിക്കണു. അടുത്ത അധ്യായത്തില് അടുത്ത ഭാഗത്തില് രുക്മിണിയുടെ വിവാഹം വർണ്ണിക്കുന്നതും ഇവിടെ ചടങ്ങ് പ്രകാരം നടക്കുന്നു. എല്ലാവരും ഭക്തിയോടുകൂടി മംഗളങ്ങൾക്ക് മംഗളമായിട്ടുള്ള ഭഗവാന്റെ വിവാഹം അത് വേണ്ടുവോളം ആസ്വദിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എല്ലാവർക്കും മംഗളങ്ങളുടെ മംഗളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ വിവാഹം ആരംഭിക്കണേ ഉള്ളൂ. നാളെ രാവിലെ കൂടുതൽ
വിവാഹങ്ങൾ 16,008 വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ വിവാഹം സാക്ഷാൽ ലക്ഷ്മി ദേവിയായിട്ടുള്ള രുക്മിണിയെ വിവാഹം കഴിക്കുന്നത് ആചാരപ്രകാരം നടക്കണം. അതിലെല്ലാവരും ഭക്തിയോടുകൂടി ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഏവം ഭഗവതാ തന്മീരാണേണ പ്രതിബോധിത വൈമനസ്സം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദധേ പ്രാണാവശേഷമുത്സൃഷ്ടോ ദ്വിർഗണവലപ്രഭ സ്മരൻ വിരൂപകവനം വിദധാത്മമനോരഥ ചക്രേ ഭോജ്യകടം നാമ നിവാസായ മഹൽപുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂത്യയമീയസി കുണ്ടിനം ന പ്രവേക്ഷ്യാമീത്യുക്ത്വാ തത്രാവസദൃശ ഭഗവാൻ ഭീഷ്മകസുതാ ഏവം നിർജിത്യ ഭൂമിമാൻ പുരമാനീയ വിധിവൽ ഉഭയേ ഹരേ നാരായണ 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 ഹരേ വിചിത്രമാല്യാംബരരത്നതോരണൈഃ ബഭൗ പ്രതിദ്വാരൂപകൃത്തമംഗളൈഃ ആപൂർണകുംഭാവരുദീപകൈഃ സിക്തമാർഗമതിച്യുദ്ധിരാഭൂതപ്രേഷ്ഠഭൂഭുജ ഗജയർദ്വാസുകരാമൃഷ്ടരംഭാഭൂഗോപശോഭിത കുരുസൃത്യകൈകൈ വിദർഭൈകുന്തയ യഥോമുദിരേ തസ്മിൻ സംഭ്രമായ പരിണാമന
रुक्मिण्याकरणं श्रुत्वा गीयमानं ततस्तदा राजानुराजकन्याश्च बभूवुर्वृषभिस्मिताः द्वारकायाम् अभूद्राज महामोदः पुरौगसा रुक्मिण्यागमयो भेदं दृष्ट्वा कृष्णं श्रियपतिम् इति श्रीमद्भागवते महापुराणे दशमस्कन्धे उत्तरार्धे रुक्मिण्युद्वागं नाम चतुःपञ्चाशततमोऽध्यायः। सर्वत्र गोविन्दनाम संकीर्तनं गोविन्दो मंगलम मंगलम लोकनाथे मंगलम मंगलम मारुदेशा मंगलम നൽകട്ടെ രണ്ടുപേർക്കും मंगलमेവർക്കും നേരിടട്ടെ मंगलम मंगलम लोकനാഥേ मंगलम मंगलम മാരുദേശാ मंगलम നൽകട്ടെ രണ്ടുപേർക്കും मंगलमेവർക്കും നേരിടട്ടെ മന്മഥ മന്മഥൻ മാരുദേശം കൺമണിയാകിയ രുക്മിണിയെ സംബോധം വേടി കഴിച്ചുവാണോ ഞാൻ മംഗളം നേരിടട്ടെ വൈദഗ്ധി രുക്മിണി തമ്പുരാട്ടി വൈദഗ്ധ്യം കാണിച്ചു പോലെ കൈവല്യദാതാവം നന്ദജനേ കൈവരി ചെന്നതു ഭാഗ്യമായി പുണ്യം നീ യാചിച്ചു 100 ജന്മം പുണ്യപുണ്യത്തിങ്കൽ മാരചാർത്താൽ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പുണ്യമൂലയിലുയർന്നിടട്ടെ പ്രേമത്തോടൊന്നു വിളിച്ചെന്നാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പിടിച്ചു കരയുന്നോരെ പണി പിടിച്ചവൻ പാലിച്ചിടും ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഗണം തീർത്ഥം മറുപ്പിണിക്ക് ദുർഗവിനാശനം കാർവണ്ണന്റെ പദത്തെ നൽകി എത്ര ശിശുപാലരുണ്ടായാലും എത്രയോ രുക്മിമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ത്രിലോകത്തിൽ ജയിക്കുവാനും അമ്മ കഴിഞ്ഞെന്നാൽ സജ്ജനങ്ങൾ അഞ്ചസമീടും പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തിയയച്ചതല്ലോ പാരിന്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന കാലതൻ കുട്ടിക്കൊളുത്തി വിട്ട് ലോകവിമോഹനമായ വേണ്ടി ലോകത്തിൽ മംഗളം നേർത്തിടട്ടെ ദ്വാരകയിൽ ആട്ടമോടം നടുമുറ്റത്തായി ഉത്തമ സ്ത്രീകൾ ജീവിച്ച പോലെ രുക്മിണിയെ കൂടിയേറ്റു ഭാഗ്യം ആറപ്പുവാക്കില എന്നിവയും ആനന്ദം ചേർക്കുന്ന മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു എന്ന പോലെ വേദജ്ഞരോധിയ വേദിയോടും പാവനമന്ദേവി പൂജകളും നല്ല സത്യയും സമ്മാനവും അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യ സല്ലഭഗീതയോടും ധന്യസുന്ദരദാമ്പത്യത്തെ മന്നിലവരനുഷ്ഠിച്ചു ദിനാൻ ചോറ്റാരിക്കര ഗംഭീകരി പാദമുണയ്ക്കുക ഞങ്ങളെ മാധ്യത്വം കൂടാതെ മംഗളത്തെ യുദ്ധം വെടിഞ്ഞെന്നും പാടുവാനായി യുദ്ധം വെടിഞ്ഞെന്നും പാടുവാനായി യുദ്ധം വെടിഞ്ഞെന്നും പാടുവാനായി മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളം എവർക്കും നേരിടട്ടെ മംഗളം എവർക്കും നേരിടട്ടെ മംഗളം എവർക്കും നേരിടട്ടെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്തെങ്കിലും ഉണ്ടോ? ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രുക്മിണീ സമേത ഭഗവാൻ की रुक्मिणी समेत भगवान की रुक्मिणी समेत भगवान की सदा सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद. नारायण 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 നാരായണ 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 നാരായണ
मुरारे शरणं मे तव चरणयुगं पवनपुरे राधा कृष्णा शरणं मे तव चरणयुगं देवी महेश्वरी पार्वती शङ्करी शरणं मे तव चरणयुगं त्रिपुरप्पा साम्ब सदा शिव शरणं मे तव चरणयुगं राधारमण मुकुन्द मुरारे शरणं मे तव चरणयुगं पवनपुरे राधा कृष्णा शरणं मे तव चरणयुगं शरणं मे तव चरणयुगं सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द ഏതാ ആ